കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകുന്നു എന്നുള്ളൊരു പരാതി മാത്രമാണ് ഈ നാട്ടുകാർ പറയുന്നത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് സംരക്ഷിച്ചെങ്കിൽ മതിയായിരുന്നു. സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അടുത്ത തലമുറയ്ക്ക് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇനി ഒരു നിർമ്മിതി ഇതാണ് കൊണ്ടാക്കാൻ പറ്റത്തില്ല. വർഷത്തിന്റെ കണക്ക് പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ അത്രയ്ക്കും സീനിയറായിട്ടുള്ള ആൾക്കാരല്ല. ഓർമ്മ വെച്ച കാലം തൊട്ടേ കാണുന്നുണ്ട്. എന്തായാലും ഒരു 10-90 കൊല്ലത്തിന് മുമ്പെങ്കിലും ആയി കാണുമോ. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിതിയാണ്. പക്ഷേ ഇത് കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ നശിച്ചു പോകാതെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ചേർന്ന് ഈ ഒരു വിളക്കുമാടം സംരക്ഷിക്കണം എന്നൊരു ആവശ്യം ഞങ്ങളോട് പറഞ്ഞു. ഇതിങ്ങനെ ചരിഞ്ഞ് ഏത് നിമിഷവും വീഴുന്ന ഇതിന്റെ നിപ്പ് ഇങ്ങനെ കുറച്ച് ചരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ മരുത്തടി വളവിൽ തോപ്പിലാണ്. ഇതൊരു ശരിക്കും ഒരു മിനി ഹാർബറാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 10-500ഓളം വരുന്ന തൊഴിലാളികളുള്ള ഒരു ഹാർബറാണ്. ഞാനിവിടെ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച എനിക്ക് പിന്നിൽ കാണുന്ന ആ വിളക്കുമാടമാണ്. ഈ വിളക്കുമാടത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്തെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിനേക്കാളും ഒക്കെ ഒരുപാട് മുന്നേ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ് കാണുന്നത്. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് ഈ വിളക്കുമാടം നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം. പക്ഷെ ഇതൊരു പിസയിലെ ഗോപുരം പോലെ ചരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ശരി, ഇതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. കാരണം ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്, പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിതിയാണ്. പക്ഷേ ഇത് കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ നശിച്ചു പോകാതെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ചേർന്ന് ഈ ഒരു വിളക്കുമാടം സംരക്ഷിക്കണം എന്നൊരു ആവശ്യം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ മാധ്യമത്തിലൂടെ ഈ ഒരു വാർത്ത പുറത്തുവിടുകയാണ്. ഈ ഒരു വിളക്കുമാടത്തിന് ഒരുപാട് ചരിത്രങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ഈ ചേട്ടന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ വന്ന ഒരു സംഭവമാണ് ഈ വിളക്കുമാടം. മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ സുഖമായിട്ട് മത്സ്യബന്ധനത്തിന് പോകാനും കരയിൽ അടുക്കാനും വേണ്ടി വർഷത്തിന്റെ കണക്ക് പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ അത്രയ്ക്കും സീനിയറായിട്ടുള്ള ആൾക്കാരല്ല. ഓർമ്മ വെച്ച കാലം തൊട്ടേ കാണുന്നുണ്ട്. എന്തായാലും ഒരു 10-90 കൊല്ലത്തിന് മുമ്പെങ്കിലും ആയി കാണുമോ. ആ സമയത്താണ് ഈ ഒരു ലൈറ്റ് ഇവിടെ വരുന്നത്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് വരുന്നതിനേക്കാളും മുൻപേ ആണ് വന്നത്. അപ്പൊ ആദ്യത്തെ വിളക്ക് ദിശാസൂചികയാണ്. നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എല്ലാവരും ഫിഷർമാരൊക്കെ പറയുമ്പോൾ വിളക്കുമാടം ലൈറ്റ് ഹൗസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇത് എത്ര നാളെ ഇതിങ്ങനെ ചരിഞ്ഞ് ഏത് നിമിഷവും വീഴുന്ന വീഴത്തില്ല. ഇതിന്റെ നിപ്പ് ഇങ്ങനെ തന്നെ കുറച്ച് ചരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ചരിവ് തന്നെ ആണോ? 50 വർഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ സർക്കാർ ഇപ്പൊ ഇതിന് റെനോവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആയില്ല. എത്രയോ ലക്ഷം രൂപ എങ്ങാണ്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലവരായ നാട്ടുകാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ഈ ഒരു സ്മാരകം സംരക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാവില്ല. സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അടുത്ത തലമുറയ്ക്ക് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇനി ഒരു നിർമ്മിതി ഇതാണ് കൊണ്ടാക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇഷ്ടിക അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്രയും വർഷമായിട്ട് ആ കാണുന്ന ഒരു ഇച്ചിരി പോലുള്ള തേയ്മാനമേ ഉള്ളൂ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കടൽ ഇങ്ങനെ നിരന്തരം അടിക്കുക. സുനാമി വന്നിട്ട് പോലും ഈ സാധനം മറിഞ്ഞില്ല. ഇവിടെ കണ്ടാർന്ന വീടുകൾ പോയി, വലിയ വലിയ പാറകള് സീവാളുകളെല്ലാം പോയി, എല്ലാം പോയിട്ടും ഈ സാധനത്തിൽ ഒന്നും സംഭവിച്ചില്ല. സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മിതിയാണ്. സ്ട്രോങ് ആയിട്ടാണോ സുനാമി വന്നിട്ട് പോകുന്നത്. ആ രീതിയിലാണ് നിർമ്മാണം. നല്ല രീതിയിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ നിർമ്മാണം അതുകൊണ്ടാണ്. പിന്നെ ഈ കടൽ വന്ന് സ്ട്രോങ് ആയിട്ട് ജയിക്കാൻ വേണ്ടി അതിന്റെ ഒരു പില്ലർ പോലെ അതിന്റെ ഒരു ആവരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കടൽ കുറച്ച് റെസിസ്റ്റ് ചെയ്യും. നമ്മളിലെ പിസയുടെ ഗോപുരം പോലെ ഏത് നിമിഷം ചരിയുന്ന അവസ്ഥയിൽ തോന്നല 100% വീഴത്തില്ല. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകുന്നു. അതെ, ഇനിയും സംരക്ഷിച്ചാൽ വരും തലമുറക്കെല്ലാം അതൊരു മുതൽക്കൂട്ടായിട്ട് കാണിയോ കേക്കോ ഇതിനൊക്കെ ആർക്കും ഒരു അറിവ് കിട്ടുക ഒക്കെ ചെയ്യും. പലരും അന്വേഷിച്ച് വരാറുണ്ടോ? ആൾക്കാർ വരാറുണ്ട്. പുരാവസ്തു ഗവേഷകരും ഒക്കെ തന്നെ വരാറുണ്ട്. ഇവർ എങ്ങനെങ്കിലും ഇതൊന്ന് സംരക്ഷിച്ചെങ്കിൽ മതിയായിരുന്നു. അപ്പൊ ഈ നിങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ വലിയൊരു നിവേദനം അങ്ങനെ എന്തെങ്കിലും? നാട്ടുകാരുടെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ നാട്ടുകാർ നിവേദനം കൊടുത്തിട്ട് ഇതിനകത്ത് അവർക്ക് അവരുടേതായ രീതിയിലൂടെ സർക്കാർ അവരുടേതായ രീതി കണ്ടുണ്ട്.
അനുവദിച്ചിട്ടുണ്ട്, MLA ഇതിനു വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് പ്രാബല്യത്തിലായില്ല, അതൊന്നും വിശ്വസിക്കുന്നു. കാലങ്ങളായി നമ്മുടെ ഈ സ്മാരകം, വിളക്കുമാടം എന്ന് പറയുന്ന ഈ സ്മാരകം ചരിഞ്ഞു തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇതിലൊരിക്കലും യാതൊരു തരത്തിലുള്ള കേടുപാടുകളോ ഒന്നും തന്നെ സംഭവിക്കില്ല. കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകുന്നു എന്നുള്ളൊരു പരാതി മാത്രമാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും നമ്മുടെ ഈ ഒരു ഇവിടുത്തെ കോർപ്പറേഷന്റെ പരിധിയാണ്, ഇവിടെ ഉള്ളവരൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഒരു സ്മാരകം സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാകുമെന്നാണ് അവർ പറയുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിലു അൻസർ, വിസ്മാൻ.